IOCയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായ അലക്സ് മാത്യുവിനെയാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടിയിരിക്കുന്നത്. ഇദ്ദേഹം എറണാകുളത്തെ കടവന്ത്രയിലുള്ള പ്ലാന്റിന്റെ ഡെപ്യൂട്ടി സെയിൽസ് വിഭാഗം ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ്. തിരുവനന്തപുരം സ്വദേശിയായ ഗ്യാസ് ഏജൻസി നടത്തുന്ന മനോജ് എന്നയാളുടെ പരാതിയിലാണ് ഇത്തരത്തിൽ വിജിലൻസ് ഇദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നത്. ഇതിന്റെ കഥ വിശദീകരിക്കുകയാണെങ്കിൽ കടയ്ക്കലിൽ ഗ്യാസ് ഏജൻസി നടത്തുന്ന ഒരു ഏജൻസി ഡീലറാണ് ഈ പരാതിക്കാരനായ മനോജ്. ഇയാൾ വർഷങ്ങളായി കടയ്ക്കലിൽ ഗ്യാസ് ഏജൻസി നടത്തുന്നുണ്ട്. ഇയാൾ ഗ്യാസ് ഏജൻസി തുടങ്ങുന്ന സമയത്ത് കടയ്ക്കൽ ഭാഗത്ത് ഒരു ഗ്യാസ് ഏജൻസി മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ ഏകദേശം 50,000-ഓളം കസ്റ്റമേഴ്സ് ഇയാളുടെ ഗ്യാസ് ഏജൻസിയിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഈ കാലക്രമേണ ഒരു 3 വർഷത്തിനിടെ അവിടെ 3 ഗ്യാസ് ഏജൻസികൾ കൂടി വന്നു. ഈ മനോജിൽ നിന്നും ഇയാൾ പണം തട്ടിക്കുന്നത് ഈ മറ്റ് ഗ്യാസ് ഏജൻസികളിലേക്ക് ഇയാളുടെ കസ്റ്റമേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടായിരുന്നു. ഒരു തവണ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും എന്നാൽ അപ്പോൾ വഴങ്ങാതിരുന്നതിനെ തുടർന്ന് ഏകദേശം 25,000 കസ്റ്റമേഴ്സിനെ മറ്റ് 3 ഗ്യാസ് ഏജൻസികളിലേക്ക് അയാൾ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് മറ്റുള്ളവരെ കൂടി പല കാരണങ്ങളാൽ ട്രാൻസ്ഫർ ചെയ്യുമെന്നും അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ 10 ലക്ഷം രൂപ കൈക്കൂലിയായി നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇയാൾ വീണ്ടും മനോജിനെ സമീപിച്ചത്. തുടർന്ന് മറ്റു വഴികളില്ലാതെ പണം നൽകാൻ താൻ തയ്യാറാവുകയായിരുന്നു എന്നാണ് മനോജ് അല്പനേരം മുൻപ് ഇദ്ദേഹത്തോട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തുടർന്ന് ഇന്ന് രാവിലെ ഏറ്റവും അവസാനമായി മനോജിനെ അലക്സ് മാത്യു വിളിക്കുകയും താൻ ഇന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് പണം തയ്യാറാക്കി വെക്കണമെന്ന് പറയുകയും ചെയ്തു. തുടർന്ന് ഇത്രയും പണം തൻ്റെ കയ്യിലില്ല എന്നും ഉള്ള പണം നൽകാമെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഉള്ളത് തന്നാൽ മതി, താൻ വരാം എന്ന് അലക്സ് മാത്യു മനോജിനെ അറിയിച്ചു. അങ്ങനെയാണ് ഇന്ന് വൈകുന്നേരത്ത് തിരുവനന്തപുരം കവടിയാറിലെ പണ്ഡിറ്റ് നഗറിലുള്ള മനോജിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. മനോജിന്റെ വീട്ടിലേക്ക് അലക്സ് മാത്യു എത്തിയ അദ്ദേഹത്തിന്റെ കാറാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ കാറിലെത്തിയ ഇദ്ദേഹം വീടിന് കുറച്ച് മുൻപോട്ടേക്ക് ഈ കാർ മാറ്റിയിട്ടിട്ട് ഡോർ തുറന്ന് ഇറങ്ങിയ ഉടനെ മനോജിനോട് പണം ആവശ്യപ്പെടുകയായിരുന്നു. വിജിലൻസിനെ അറിയിച്ചത് പ്രകാരം തയ്യാറാക്കിയിരുന്ന 2 ലക്ഷം രൂപ ഇത്തരത്തിൽ മനോജ് അലക്സ് മാത്യുവിന് കൈമാറുകയും ഉടൻ തന്നെ വിജിലൻസ് സംഘം അലക്സിനെ പിടികൂടുകയുമായിരുന്നു. മനോജ് പറഞ്ഞത് പ്രകാരം സമാനമായ രീതിയിൽ നിരവധി പേരിൽ നിന്നും ഇത്തരത്തിൽ അലക്സ് മാത്യു പണം വാങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും വാങ്ങുന്നുണ്ട്. പണ്ടും തൻ്റെ കയ്യിൽ നിന്നും പല തവണയായി പണം വാങ്ങിയിരുന്നു. പക്ഷേ ഇത്ര വലിയ തുക ആവശ്യപ്പെടുന്നത് ഇതാദ്യമാണ് എന്നതാണ് മനോജ് പറയുന്നത്. ഇതേ സമയം തന്നെ എറണാകുളത്തെ കടവന്ത്രയിലെ ഈ അലക്സ് മാത്യുവിൻ്റെ വീട്ടിലും പരിശോധന തുടരുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഇയാൾ പണം വാങ്ങുന്നതിന് വേണ്ടി മാത്രമാണ് ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത് എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മുൻപ് ഇദ്ദേഹം തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത്, തിരുവനന്തപുരം IOC പ്ലാന്റിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഈ മനോജിന്റെ അയൽക്കാരൻ കൂടിയായിരുന്നു. അന്ന് തന്നെ ഇവർ തമ്മിൽ നല്ല ബന്ധമായിരുന്നുവെന്നും പക്ഷേ പണം പലതവണ ആവശ്യപ്പെടുകയും പിന്നീട് പലപ്പോഴും ഒരു ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടിയാണ് ഇയാൾക്ക് മറ്റു വഴികളില്ലാതെ വിജിലൻസിനെ സമീപിക്കേണ്ട ഒരു സ്ഥിതി വന്നത്. എന്തായാലും ഇപ്പോൾ ഈ വിജിലൻസിന്റെ വലയിലായിരിക്കുകയാണ് അലക്സ് മാത്യു. 2 ലക്ഷം രൂപയാണ്, 500-ന്റെ 400 നോട്ടുകളാണ് ഇദ്ദേഹത്തിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഉടൻ തന്നെ മറ്റ് നടപടികൾക്കായി ഇദ്ദേഹത്തെ വിജിലൻസ് കൊണ്ടുപോകും. ക്യാമറ പേഴ്സൺ രാജീവിനൊപ്പം ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.